ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശ്രീകാന്ത് സാർ. എൻ്റെ പേര് മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാഠഭാഗമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പം നമുക്ക് അടുത്ത പാഠഭാഗം ഒരു തൈ നടാം എന്നുള്ള ഒരു ചെറിയ സുകുമാരി ടീച്ചറിൻ്റെ ഒരു കവിത തുടങ്ങിക്കൊണ്ടാണ് ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു തൈ നടാം എന്നുള്ളത് ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും ക്ലാസ്സിൽ അല്ലേ? നിങ്ങൾ പഠിച്ചതായിരിക്കും. പക്ഷേ നമുക്കൊന്നുകൂടെ പഠിച്ചു നോക്കാം. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ എന്താണ് ഈ കവിത വായിക്കുമെന്ന്? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിരന്നു നടുന്നു. കവയത്രി പറയുകയാണ് ഒരു തൈ നടാം അല്ലേ? നമ്മൾ ഈ ജൂൺ 5 നമ്മുടെ സ്കൂളിൽ അല്ലേ, നമ്മുടെ ടീച്ചർമാരൊക്കെ പറയും എല്ലാവരും നാളെ പരിസ്ഥിതി ദിനമാണ്. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ചെടി അല്ലേ, കുഞ്ഞു ചെടിയുടെ തൈകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. നമുക്ക് സ്കൂളിൻ്റെ ആ തൊടിയിലെ കുറേ പ്രദേശത്തൊക്കെ നമുക്ക് നട്ട് വളർത്താം. പിന്നെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൃഷികൾ, പയർ വിത്തുകൾ അല്ലേ, പാവല് പടവല്, ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കൃഷിപ്പണികളൊക്കെ തുടങ്ങാം അല്ലേ? ഓണം ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വിളവൊക്കെ എടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ വൃക്ഷത്തൈകൾ, പ്ലാവ് അല്ലേ, അതുപോലുള്ള വൃക്ഷങ്ങളൊക്കെ നമുക്ക് വെക്കുവാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് വളർന്നു വരുമ്പോൾ വലിയ തണൽ നൽകും, നല്ല ഫലങ്ങൾ നൽകും അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ നിങ്ങളൊക്കെ ഈ പരിസ്ഥിതി ദിനത്തിൽ തൈയൊക്കെ നട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി വീട്ടിൽ പോയി നിങ്ങൾ ഒരു ചെറിയ തൈയൊക്കെ നട്ട് നോക്കുക കേട്ടോ, ഉള്ള സ്ഥലത്ത്. ഒരു തൈ നടാ നമുക്ക് എന്താ അമ്മയ്ക്ക് വേണ്ടി. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി. ആരാണ് നമ്മുടെ അമ്മ? നമുക്കൊരു അമ്മയുണ്ട്. അതോടൊപ്പം നമ്മൾ ഭൂമിയുടെ മക്കളാണ് അല്ലേ? നമ്മുടെ അമ്മ. നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു തൈ നടാം അല്ല, ഒരു തൈ നട്ടാൽ എന്താ? ഭൂമിയുടെ നിലനിൽപ്പ് കൂടുതൽ വർഷങ്ങളിലേക്ക് ഭൂമിയുടെ നിലനിൽപ്പിന് അതൊരു വലിയ ഒരു തണലാകും, അതൊരു സംരക്ഷണമായി മാറും. എന്നിട്ടോ ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയിട്ടാണോ അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അത് നമ്മൾ വെച്ച് പിടിപ്പിച്ചാണോ? നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വെച്ച് പിടിപ്പിച്ച്, അവരൊക്കെ അല്ലേ, മുത്തശ്ശനുള്ളവരുണ്ട്, അവരുടെ അച്ഛനും അമ്മയുണ്ടോ? ഇല്ല, അവരൊക്കെ വെച്ച് പിടിപ്പിച്ചതാകും ഇന്ന് നമുക്ക് ഒരു തണലേകുന്നത് അല്ലേ? വീട്ടിൽ നമുക്ക് തെങ്ങുകളുണ്ട് അല്ലേ, മാവുണ്ട് അല്ലേ, മാങ്ങയൊക്കെ പറിക്കാനായിട്ട് മാമ്പഴം വീഴുമ്പോഴൊക്കെ നമ്മൾ മേടമാസത്തിലും അല്ലേ, ഇടവ മാസത്തിലൊക്കെ മാമ്പഴം ഇങ്ങനെ പഴുത്ത് വീഴുമ്പോൾ ഓടിച്ചെന്ന് എടുക്കുമ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണോ മാവ്? അല്ലേ? നമുക്ക് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വെച്ച് പിടിപ്പിച്ചതായിരിക്കും. ഒത്തിരി വളരെയേറെ 10, 50, 100 വർഷങ്ങൾ അല്ലേ, 100 കണക്കിന് വർഷങ്ങൾ പ്രായമുള്ള വൃക്ഷങ്ങളാണ് നമുക്കുള്ളത്. അപ്പം എന്താ, നമുക്ക് വേണ്ടിയിട്ടാണോ? നമ്മുടെ കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ തൈ നടുമ്പോൾ അത് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ്, നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നടാം, കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ട് നടാം, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടിയിട്ട് അല്ലേ? നമ്മളൊരു തൈ നടുമ്പോൾ ഒരുപാട് കിളികൾ അവിടെ വന്ന് വിശ്രമിക്കും, അതിലെ ഫലങ്ങൾ കഴിക്കും അല്ലേ? അതുങ്ങളുടെ ജീവിതവും അവരതിൽ കൂടുകൂട്ടും അല്ലേ? കിളികളൊക്കെ കൂടുകൂട്ടുന്നത് കണ്ടിട്ടില്ലേ? കിളിക്കൂടുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. കിളിക്കൂടുകളൊക്കെ ഒന്ന് നോക്കണം. അതുങ്ങൾ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? ഓരോ ചില്ലക്കൊമ്പുകളൊക്കെ ഓടിച്ച് അല്ലേ, ചെറിയ വൈക്കോലൊക്കെ അല്ലെ, പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോൾ വൈക്കോല് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവർ കൂടുണ്ടാക്കും അല്ലേ? ചെറിയ ഇലകളൊക്കെ വെച്ച് കൂടുണ്ടാക്കിയിട്ട് അല്ല, നല്ല ഭംഗിയാണ് കാണാൻ. അതിനകത്താണ് അവർ താമസിക്കുന്നത്, മുട്ടയിടുന്നത് അല്ലേ, കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ കൂട്ടിലായിരിക്കും. ഇപ്പോൾ എന്താണ്, കിളികൾക്കൊക്കെ എന്താണ്, കിളികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ തൈ നടുന്നത്. ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. നമുക്ക് നല്ലൊരു കാലാവസ്ഥ കിട്ടണമെങ്കിൽ, നമുക്ക് നല്ലൊരു സുരക്ഷിതമായൊരു ഭൂമിയിൽ ഒരു ജീവിതം കിട്ടണമെങ്കിൽ എന്ത് വേണം? വൃക്ഷങ്ങൾ വേണം അല്ലേ? ഈ പ്രകൃതി നിലനിൽക്കണം. ഈ പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്താണ്, ഈ വൃക്ഷങ്ങൾ വെക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ നിലനിൽപ്പ് അതിങ്ങനെ നന്നായി വരികയാണ്. നല്ലൊരു നാളെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത് പ്രാണവായുവിന് അല്ലെ, നമുക്ക് നല്ല ഓക്സിജൻ കിട്ടണമെങ്കിൽ, നല്ല വായു കിട്ടണം, ശുദ്ധവായു അല്ലേ? നല്ല വായു കിട്ടുന്ന എവിടുന്ന? സസ്യങ്ങളിൽ നിന്നാണ് അല്ലേ? സസ്യങ്ങൾ അവരുടെ ഒരു പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പാകം ചെയ്യുമ്പോഴാണ് ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്. നമ്മൾ സയൻസ് അല്ലേ, സയൻസിൽ ഒക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നല്ല പ്രാണവായുവിനായിട്ടാണ് നമ്മൾ നടുന്നത്. പിന്നെയോ ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. എന്താ, നല്ല മഴ പെയ്യണമെങ്കിൽ എന്താ, നല്ല കാലാവസ്ഥ ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താ,
മഴ പെയ്യോ? ഇല്ല. നല്ല ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോഴത്തെ ചൂടൊക്കെ അല്ലേ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്താണ്, അത് തൊഴുത് നടുന്നു. വളരെ ചുമ്മാ തൊഴുതാ പോലെ, ഭൂമിയൊക്കെ തൊഴുതിട്ട് വേണം നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കുന്നതിന്, നമ്മളെ സംരക്ഷിക്കുന്നതിനൊക്കെ ഉള്ള ഒരു നന്ദിയാണ് ഈ തൊഴുന്നത്. അപ്പോൾ എന്താണ്, അഴകിനായി, നല്ല ഭംഗിയാണ് അല്ലേ, നമുക്ക് തണലിനായിട്ട്. നമ്മളിങ്ങനെ വെയിലത്തൂടെ നടന്നു വരുമ്പോൾ ഒരു മരത്തിന്റെ തണലുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഒരു വലിയ ആശ്വാസം അല്ലേ. ഒരു മരത്തിന്റെ തണലിൽ കയറുമ്പോൾ നമുക്കൊരു വലിയ സുഖമാണ് അല്ലേ. അതോടൊപ്പം തേൻ പഴങ്ങൾക്കായി, നല്ല മധുരമുള്ള പഴങ്ങൾ, ഇപ്പൊ മാങ്ങയാണെങ്കിൽ പേരയാണെങ്കിൽ പേരയ്ക്ക അല്ലേ, അതുപോലെ തന്നെ പ്ലാവാണെങ്കിൽ നല്ല ചക്ക അല്ലേ, ഇതൊക്കെ നല്ല മധുരമുള്ള ഫലങ്ങൾ ഇതിൽ നിന്നുണ്ടാകും കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ. 100 തൈകൾ, അതുകൊണ്ട് എന്താ, ഒരു തൈയല്ല നമ്മൾ നടാൻ പോകുന്നത്, ഒരു 100 തൈകൾ നമ്മൾ ഇങ്ങനെ നടുകയാണ്. അപ്പൊ എന്താ, ഭൂമിക്ക് തണലേകിക്കൊണ്ട്, പച്ചപ്പേകിക്കൊണ്ട് അവ ഇങ്ങനെ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തും. അപ്പൊ നമുക്ക് തണലാകും, നമുക്ക് ഫലങ്ങൾ നൽകും, വരും തലമുറയുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമായി മാറും. അപ്പൊ ഇങ്ങനെ വളരെയേറെ പ്രകൃതിയോട് ബന്ധപ്പെട്ട് നമ്മുടെ സുഗതകുമാരി ടീച്ചർ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ വളരെയേറെ സ്നേഹിച്ച ഒരു അമ്മയാണ്, ഒരു കവയിത്രിയാണ്, ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ സുഗതകുമാരി ടീച്ചറിൻ്റെ മനോഹരമായ ഒരു തൈ നടാമെന്ന ഈ കവിതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, എന്താ വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്നല്ലേ, നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ വെറുതെ പുസ്തകങ്ങൾ മാത്രം പഠിച്ച് പരീക്ഷ എഴുതി പോയാൽ പോരാ, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം ഇവിടെ കവയത്രി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ കവിത ഒന്ന് എല്ലാവരും വായിക്കുക. അപ്പോൾ വായിച്ച ശേഷം അതിൻ്റെ ആശയം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്നും പറഞ്ഞൊരു ചോദ്യം താഴെയുണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കവിതയിൽ പറയുന്നതെന്നുള്ളൊരു ചോദ്യം എപ്പോഴും അല്ലേ പാഠഭാഗത്ത് ഉണ്ടാകും. അപ്പം അതെങ്ങനെയായിരിക്കും? എന്തൊക്കെ കാര്യങ്ങളാ? അമ്മയ്ക്ക് വേണ്ടിയിട്ട് തൈ നടാന്ന് പറയുന്നു, കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ട് തൈ നടാന്ന് പറയുന്നു, കിളികൾക്ക് വേണ്ടിയിട്ട് തൈ നടാന്ന് പറയുന്നു, നല്ലൊരു ദിവസം, നല്ലൊരു ഭാവി, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് തൈ നടാമെന്നും കവയിത്രി പറയുന്നുണ്ട്. പിന്നെന്താ, നല്ല ശുദ്ധവായു കിട്ടുവാൻ വേണ്ടിയിട്ട് തൈ നടണമെന്ന് പറയുന്നു, നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്താണ്, നല്ല അഴകിനും നമുക്ക് തണലായിട്ടും നല്ല പഴങ്ങൾ തരാൻ വേണ്ടിയിട്ടും 100 തൈകൾ നമ്മൾ ഭൂമിയെ തൊഴുതുകൊണ്ട് നടണമെന്നും, അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കണമെന്നും, പ്രകൃതിയാണ് നമ്മളെ നിലനിർത്തുന്നതെന്നും, പ്രകൃതി നമുക്ക് ജീവവായു നൽകുന്ന അമ്മയാണെന്നും ഒക്കെ നമ്മുടെ കവയിത്രി പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഈ ഒരു അല്ലെ, എത്ര നല്ല മനോഹരമായ ആശയമാണ് അല്ലെ, എത്ര നല്ല വരികളാണ് അല്ലെ, എത്ര സിമ്പിളായിട്ടാണ് കവയിത്രി അത് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ അല്ലേ. എങ്ങനെയാ കവിത ചൊല്ലുക? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. എങ്ങനെയാണ്? ഒരു 100 തൈകൾ ഞങ്ങൾ നിരനിരയായിട്ട് ഇങ്ങനെ അടുക്കി അല്ലേ വെക്കുകയാണ്. അപ്പൊ എന്താ, നമുക്ക് നല്ല തണല് കിട്ടി അല്ലേ. ചെറിയ തണലല്ല, നല്ല തണലാണ്. അപ്പൊ നമുക്ക് വേണ്ടുന്ന മഴ കിട്ടും, നല്ല വെയിൽ കിട്ടും അല്ലേ, നല്ല ഫലങ്ങൾ കിട്ടും, നല്ല വായു കിട്ടും, നമ്മുടെ ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതം അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ ചെന്ന് ഒരു തൈയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഈ അവധി ദിവസങ്ങളിലൊക്കെ ഒന്ന് നടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കവിത കഴിഞ്ഞ് നമ്മളിനി പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം, പ്രകൃതി അല്ലേ, പ്രകൃതി നമുക്ക് അമ്മയാണെന്ന് പറഞ്ഞു. പ്രകൃതി നമ്മുടെ ആ ഒരു മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സംരക്ഷണം എന്താണെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കാട്ടിലെ മഴ എന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മഴ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം അല്ലേ. എന്തുകൊണ്ടായിരിക്കും മഴ ഇഷ്ടം? മഴയത്ത് നനയാൻ ഇഷ്ടമാണ് അല്ലേ, കുട പിടിച്ച് നടക്കാൻ ഇഷ്ടമാണ്, മഴ നനഞ്ഞ് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ഉള്ള അല്ലേ ആ ഒരു തണുപ്പ് അല്ലേ, തണുത്ത കാറ്റ് വന്ന് വീശുമ്പോൾ നമുക്ക് ആ ഒന്ന് വിറയ്ക്കും അല്ലേ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, കുറച്ച് അവധിയൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ അത് നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും അല്ലേ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അവധിയൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അല്ലേ. പ്രകൃതിയിൽ ഈ മഴയും മഞ്ഞും വേനൽക്കാലവും ഒക്കെ ഇങ്ങനെ വന്നും പോയും ഒക്കെ ഇരിക്കും. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് എവിടുത്തെ മഴയാണ്? നമ്മുടെ നാട്ടിലെ മഴയാണോ? നാട്ടിലെ മഴയെക്കുറിച്ചാണോ പറയണേ? നാട്ടിലെ മഴയെക്കുറിച്ചാണോ?
കാട്ടിലെ മഴയെക്കുറിച്ചാണ്. കാട് കണ്ടിട്ടുണ്ടോ? കാട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? പിന്നെ കഥാപുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു കാട്ടിൽ ഒരു പുലിയുണ്ടായിരുന്നു, സിംഹമുണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു എന്നൊക്കെ അമ്മൂമ്മ കഥ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാട്ടിലെ മഴ എങ്ങനെയായിരിക്കും? കാട്ടിലെ മഴ, കാട്ടിലായിരിക്കും കൂടുതൽ മഴ പെയ്യുക കേട്ടോ, നാട്ടിലേക്കാൾ കൂടുതൽ അല്ലേ? അവിടെ കൂടുതൽ വൃക്ഷങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവർ പ്രകൃതിയായിട്ട് ഇണങ്ങിയാണ്. അവർ വീടൊക്കെ വെച്ചാണോ? അല്ല അല്ലേ? ഒരുപാട് ഗുഹകളിലൊക്കെയാണ് അവർ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആ ഒരു കാട്ടിൽ എങ്ങനെയായിരിക്കും മഴയെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയായിരിക്കും മഴ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന് പറയുന്ന ഈ സോമനാഥിൻ്റെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സോമനാഥിൻ്റെ ഒരു ലേഖനമാണ് കാട്ടിലെ മഴ എന്ന ഈ ഒരു പാഠഭാഗം. നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. എഴുത്തുകാരൻ്റെ പേര്, ഈ പഠിക്കുന്ന പാഠഭാഗത്തിൻ്റെ പേരും ഒന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ബ്രാക്കറ്റിലൊക്കെ ചോദിക്കും. അപ്പോൾ കാട്ടിലെ മഴ എഴുതിയത് ആര്? ചേരുംപടി ചേർക്കുക. അപ്പോൾ തെറ്റിച്ചൊക്കെ ഇടും അല്ലേ? നമ്മൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് ഇവിടുത്തെയാണോ അത് അവിടുത്തെയാണോ? അപ്പോൾ എന്താ, ഇപ്പം തന്നെ അത് മനസ്സിലാക്കി പഠിച്ചു പോയാൽ നമുക്ക് പരീക്ഷയ്ക്ക് അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അപ്പം അതുകൊണ്ട് കാട്ടിലെ മഴ എന്നുള്ള ആ ഒരു പാഠഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു അല്ലേ? കാട്ടിലെ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താകും? ഈ ലേഖനം വായിക്കും അല്ലേ? നമ്മൾ ആദ്യത്തെ പാഠഭാഗത്ത് കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? മഴ എങ്ങനെയൊക്കെയാണ് ഭൂമിയിൽ പതിക്കുന്നത്, മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. തുടങ്ങുന്നത് എങ്ങനെയാ? ഇന്നലെ കാട്ടിൽ കന്നിമഴ, ആദ്യത്തെ മഴ പെയ്തു അല്ലേ? വേനൽക്കാലത്തിന് ശേഷം ഇന്നലെ കാട്ടിൽ എന്താണ്? കന്നിമഴ പെയ്തു. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു, പുഴ നന്നേ മെലിഞ്ഞു, പച്ചയ്ക്ക് വിളർച്ച, തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ്. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് കുന്നിന് മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. മഴ വന്നത് എങ്ങനെയാ? പെട്ടെന്നാ അല്ലേ? ആരോടും പറഞ്ഞില്ല ഞാനിപ്പോൾ പെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് നോട്ടീസൊന്നും അടിച്ച് പത്രത്തിലൊന്നും കൊടുത്തൊന്നുമില്ല. ഇപ്പോൾ മഴ പെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ? നാളെ മഴ പെയ്യും, ഇപ്പോൾ ഇത്ര മഴ പെയ്യും, ഇന്നടുത്ത് ഇന്ന അലേർട്ടുകൾ, അതുകൊണ്ട് ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക അല്ലേ? പക്ഷെ കാട്ടിലെ മഴയ്ക്ക് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് കേട്ടോ. എന്താ, ഇന്നലെ കാട്ടിൽ ആദ്യത്തെ മഴ പെയ്തു. കടുത്ത വേനൽ, ഭയങ്കര ചൂടായിരുന്നു. അയ്യോ, കടുത്ത വേനലിൽ നീർച്ചാലുകൾ, അരുവികളൊക്കെ വറ്റി വരേണ്ട, തുള്ളി വെള്ളം പോലും ഇല്ലാതെ, കുടിക്കാൻ പോലും ഇറ്റുവെള്ളം ഇല്ല. പുഴ നന്നേ മെലിഞ്ഞ്, പുഴയിലെ വെള്ളമൊക്കെ പുഴ അങ്ങ് ക്ഷീണിച്ച്, വണ്ണമൊക്കെ പോയി അങ്ങോട്ട് ക്ഷീണിച്ച് വയറൊക്കെ കൊട്ടി പുഴയ്ക്ക് അങ്ങ് ഒഴുകാൻ വയ്യാതായി. പച്ചയ്ക്ക് വിളർച്ച, പച്ചപ്പൊക്കെ, ചെടികളുടെ പച്ചപ്പൊക്കെ എന്താണ്? വിളർന്നു, ചെടികളുടെ ഇലയൊക്കെ അങ്ങ് ഉണങ്ങി തുടങ്ങി വെള്ളം കിട്ടാഞ്ഞിട്ട്. തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ, ചൂടുകൊണ്ട് കുന്നുകളൊക്കെ എന്താ അങ്ങ് കരുവാളിച്ച് നിൽക്കുക. ചൂടുകൊണ്ട് ഒരിറ്റ് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് ദാഹിച്ച് നിൽക്കുകയാണ്. അവിടുത്തെ ചെറിയ ചെറിയ കുഞ്ഞു ചെടികളൊക്കെ ഇങ്ങനെ വാടി തളർന്ന് കരിഞ്ഞു ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടേക്കാണ് എന്ത് വരുന്നത്? മഴ പെയ്യുന്ന ആ കാട്ടിലാണേ മഴ പെയ്യുന്നത്. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല അല്ലേ? ആദ്യം നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ചല്ലേ? അല്ലേ? വേഴാമ്പലും അട്ടകൾ, മണ്ണിലുള്ള ഈ അട്ടകളും ഒക്കെ ഒഴിച്ച് ബാക്കി ആരെയും മഴയെക്കുറിച്ച്, അവർക്കായിരുന്നു മഴ ഏറ്റവും വേണ്ടത്. അവരാ കൂടുതൽ മഴ ആഗ്രഹിച്ചത്. ആര്? മലമുഴക്കിയും മണ്ണട്ടകളുമാണ് മഴയെ കൂടുതലായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മഴ വന്നപ്പോൾ അവർ മാത്രമാണ് മഴയെ സ്വീകരിച്ചത്. അപ്പോൾ ഒരു നല്ല മഴയനുഭവമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും പുസ്തകം ഒന്ന് നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.